ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. മോർണിംഗ് ടു ഈവനിങ് വരെയുള്ളൊരു നമ്മളെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ സൗണ്ടിനൊക്കെ കുറച്ചൊരു മാറ്റമുണ്ട്, ചുമയും ജലദോഷമൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ഓക്കെ ആയി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ബീഫ് കറിയൊക്കെ വെക്കുകയെന്ന് നമുക്ക് മലമറ ചിലവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കുകയെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ ഹസ്ബൻഡുമാരും നമ്മളോട് ചോദിക്കുന്നതാണ്, അല്ല ആരായിക്കോട്ടെ നമ്മളോട് ചോദിക്കുന്നതാണ്, നിനക്കെന്താ വീട്ടിൽ ഇത്ര അധികം പണി, ഇത്രമാത്രം മലമറിക്കുന്ന ജോലി എന്താണെന്നൊക്കെ നമ്മളോട് ഓരോരുത്തർ ചോദിക്കുന്നതല്ലേ. പക്ഷേ നമ്മളോരോ കഥകൾ അവർ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവർക്കെന്ന് പറയുന്നത് അവർക്കും ജോലികളുണ്ട്, അവർക്കൊരു ജോലി ചെയ്താൽ അതിന് പൈസ കിട്ടും. അപ്പോൾ നമുക്കെന്ന് പറയുന്നത് ഫുൾ ടൈം പണിയുമാണ്, ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കതിന് ശമ്പളം നമ്മൾ ആഗ്രഹിച്ചിട്ട് ചെയ്യല്ല, നമുക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ ഓൽക്കെന്ന് പറയുന്നത് ഒരു ജോലി ചെയ്താൽ അതിന് ഇത്ര പൈസ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ജീവിതകാലം മുഴുവനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആരോടും ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ലല്ലേ. അപ്പോൾ എല്ലാ സ്ത്രീകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ഓരോ ആണുങ്ങളും ചിന്തിക്കണം, നമുക്ക് വെറുതെ ഇരിക്കുന്നല്ല, നമ്മൾ കുട്ടികളെ നോക്കണം, വീട്ടിലത്തെ പണികളെടുക്കണം. അങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കുന്നവരാണ് നമ്മൾ പലരും. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ ബീഫ് കറി ഏതായാലും ഞാൻ കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൂരിയാണ് കേട്ടോ, പൂരിയും പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് ജാബിയും ഒക്കെ വന്നിക്കുന്നു കേട്ടോ, ഓല് മിഞ്ഞാന്ന് വന്നിക്കഴിഞ്ഞു. അപ്പോൾ റഞ്ഞൂസിനും മുത്തനൂസിനും ഒക്കെ ഒന്ന് സ്കൂളുണ്ടല്ലോ, അപ്പോൾ ഓലെ പറഞ്ഞയക്കലും പടിയൊക്കെയാണ് രാവിലെ. അപ്പോൾ അതിനിടയ്ക്ക് ഉസ്താമാർക്കുള്ള ഫുഡ് റെഡിയാക്കണം. അങ്ങനെ ഓരോ സംഭവത്തിൽ ഓരോരുത്തർ ഓരോ തിരക്കിലാണ്. അപ്പോൾ ഏകദേശം ക്ലീനിങ്ങും ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഉസ്താദ്മാരിങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ സിറ്റ് ഔട്ടിൽ. അപ്പോൾ ചായയൊക്കെ വന്ന് റെഡിയാക്കി വെക്കുകയെന്ന്, പിന്നെ ഒക്കെ ടേബിൾ മേൽ നിർത്തി വെച്ച്. അപ്പോൾ ഓല് ചായ കുടിക്കാമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മുത്തും റെന്നും ഓലൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമായി. പിന്നെ ഓലൊക്കെ സ്കൂൾ ബസ് കയറ്റി. അങ്ങനെ പിന്നെ ഓല് പോയപ്പോൾ തന്നെ നമ്മളെ പണി ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി. കാരണം ഓലുണ്ടായാൽ ആകെ ജഗ്ഗ പോകാമെന്ന്, കുട്ടികൾ ഉണ്ടെങ്കിൽ അറിയാമല്ലോ വീടിൻ്റെ അവസ്ഥ. പിന്നെ മോളാണ് പിന്നെ നഴ്സറിയിലൊന്നും പോകൽ തുടങ്ങിയില്ല. എന്നെക്കൊണ്ട് പിന്നെ കുറേയൊക്കെ ഇനി ഓളെ വൈത്താലെ കുറേ നടക്കാനുണ്ടാവും. അങ്ങനെ ഏതായാലും ഓല് പോയി. ഇപ്പോൾ രാവിലത്തെ ജഗപ്പൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചായ കുടിക്കാനൊക്കെ ഉണ്ട്. മലയാമാരൊക്കെ ചായ കുടിച്ച് പോയി. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. ഇനി കുറച്ച് പരിപാടി വെച്ചാൽ പാത്രം കഴുകാനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ചായ കുടി ഓലൊക്കെ പോയതിന് ശേഷം എല്ലാവരും കുടിക്കാം കേട്ടോ, ഞാനും ഉമ്മയും ജാബിയും അനിയനും ഒക്കെ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്കലേക്കുള്ള ലഞ്ചിനുള്ള പരിപാടിയാണ്. ഇത് എന്ന് പറയുക ക്യാരറ്റ് ശരിക്കും എന്താണ് ഇത്ര വലുപ്പമൊന്നുമില്ലേ. അപ്പോൾ വാപ്പാൻ്റെ പച്ചക്കറിയിൽ ബാക്കിയുള്ളത് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ഇതൊന്നും ഇങ്ങനെ വിറ്റ് പോയില്ലല്ലോ, കാരണം ചെറിയ ആയതുകൊണ്ട്. അപ്പോൾ ബാക്കി കുറേ ഉണ്ട് കേട്ടോ, ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെ ഒരുപാട് കൊണ്ടുപോയിട്ടിരിക്കണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വാലി പൂക്കട്ടെ മഞ്ചാരക്കട്ടെ. നമുക്കൊരു പൂക്കട്ടെ മഞ്ചാരക്കട്ടെ ഉണ്ടാവും. ബാ ബാ ഓളാനിങ്ങും തന്നെ എല്ലാവരും. അപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് വെക്കുക. അന്ന് പുറത്തുനിന്ന് ചോറ് ഊറ്റി കഴിഞ്ഞാലോ അവിടെ തീ ഉണ്ടായിരുന്നു. അപ്പം ഉമ്മ പറഞ്ഞാൽ അവിടെ നിന്ന് വെക്കാതെ.
പിന്നെ ആ വീഡിയോസൊന്നും എടുത്തില്ല. എന്നും എടുക്കുന്ന വീഡിയോസ് തന്നെ എടുത്തെടുത്ത് നിങ്ങൾക്ക് ഒരു ബോറടിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പോയില്ല. തൊടിക്കലും അടുക്കലും പിന്നെ കുളിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിട്ടോ. അപ്പം ഉച്ചക്കത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിക്കാന്ന്. പിന്നെ ഇനിയിപ്പോൾ ചായ അടിക്കണം, നിസ്കരിക്കാനുണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടിക്കാൻ്റെ വീട്ടിലേക്ക് അവിടെ പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് 4 മണിക്ക് ബ്രെഡ് വാട്ടാന്ന് വിചാരിക്കുന്നു. അപ്പം അത് ഉറങ്ങി നീച്ചാൽ പിന്നെ ഒരു സ്റ്റേഷൻ കിട്ടൂല കേട്ടോ, എന്തോ ഒരു മന്തിപ്പാന്ന്. അപ്പോൾ ഏതായാലും ആ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. ഞങ്ങളൊന്ന് മുകളിൽ പോകട്ടോ. മോള് കാക്കൻ്റെ വീട് പണി ഉണ്ടല്ലോ, അവിടെ ഒന്ന് പോയി വരാണ്. ഞാനും ജാബി വാപ്പയും കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത കുറച്ച് വിശേഷങ്ങൾ കണ്ടുവരാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.